Hello everyone, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന സെക്കൻഡ് മൊഡ്യൂളിലെ ഫ്രഷ് വാട്ടർ, പ്യുവർ വാട്ടർ, സീ വാട്ടർ, ഹെവി വാട്ടർ, ഹാർഡ് വാട്ടർ, സോഫ്റ്റനിങ് ഓഫ് വാട്ടർ ഇത്രയും ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവുകയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റുകളും ഒക്കെയാണ് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് റെഡിയാക്കാനുള്ള എൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. First question, which of the following is not the source of fresh water resources? Option A, groundwater. Option B, ice sheet. Option C, river. Option D, oceans. അപ്പം ഈ വന്നിരിക്കുന്നതിൽ ഫ്രഷ് വാട്ടർ അല്ലാത്തത് ഓഷ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള, അതായത് ഓൺ ദ എർത്ത് സർഫേസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഓഷ്യനിൽ അല്ലാതെ എർത്ത് സർഫേസിൽ അതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ഇതൊക്കെ എന്താണ്? ഫ്രഷ് വാട്ടറിന് എക്സാമ്പിൾ ആണ്. ഫ്രഷ് വാട്ടർ കംസ് ഫ്രം റെയിൻ, മിസ്റ്റ്, സ്നോ. ഈ രീതിയിലൂടെയൊക്കെയാണ് നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്നത്. ഫ്രഷ് വാട്ടറിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ലെൻഡിക്. ലെൻഡിക് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വാട്ടേഴ്സിനെയാണ് നമ്മൾ ലെൻഡിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പോൺസ്, ലേക്സ്, പൂൾസ് തുടങ്ങിയവ. ദെൻ സെക്കൻഡ് വൺ, ലോട്ടിക്. ലോട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് വാട്ടേഴ്സ് ആണ്, അതായത് റിവർ, സ്ട്രീംസ്, സ്പ്രിങ്സ്, ഇതൊക്കെ ഫ്ലോയിങ് വാട്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്, അതായത് ലോട്ടിക് ആണ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് വെറ്റ് ലാൻഡ്സ് ആണ്. ലാൻഡ് ഏരിയ സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ, അതായത് നമ്മുടെ ചതുപ്പ് നിലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള മാർഷ് ഏരിയാസ് ആണ് വെറ്റ് ലാൻഡിന് എക്സാമ്പിൾസ്. സോ ഫ്രഷ് വാട്ടറിനെ മൂന്ന് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലെൻഡിക്, സ്റ്റിൽ വാട്ടർ ആണ്. ലോട്ടിംഗ്, ഫ്ലോയിങ് വാട്ടർ ആണ്. ദെൻ തേർഡ് വൺ വെറ്റ് ലാൻഡ്, എക്സാമ്പിൾ മാർഷ് ഏരിയാസ് ആണ്. അപ്പം ഈ മൂന്നെണ്ണത്തിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. നമ്മുടെ സിലബസിൽ ഫ്രഷ് വാട്ടറിന്റെ കൂടെ തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു ടോപ്പിക്കാണ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഇംപ്യൂരിറ്റീസ് ഓർ കണ്ടാമിനൻസ് സച്ച് ആസ് കെമിക്കൽസ്, പൊല്യൂട്ടൻസ് ഓർ മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ എന്താണ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്? നമ്മുടെ നോർമൽ വെള്ളത്തിൽ തന്നെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കെമിക്കൽസിനെ, പൊല്യൂട്ടൻസിനെ, മൈക്രോ ഓർഗാനിസത്തിനൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള, ഇതൊന്നും ഇല്ലാത്ത വളരെ ഫ്രീ ആയിട്ടുള്ള പ്യുവർ ഫോമിലുള്ള വെള്ളത്തിനെയാണ് നമ്മൾ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. ദെൻ അതിന് എക്സാമ്പിൾസ് ആണ് ഫിൽറ്റേർഡ് വാട്ടർ, അതായത് ഫിൽറ്റർ ചെയ്തെടുത്ത വാട്ടർ. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവില്ല? ഇമ്പ്യൂരിറ്റീസോ കെമിക്കൽസോ പൊല്യൂട്ടൻസോ മൈക്രോ ഓർഗാനിസോ ഒന്നും ഉണ്ടാവില്ല. വളരെ പ്യുവർ വാട്ടർ ആയിരിക്കും ഫിൽറ്റേർഡ് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ ബോട്ടിൽഡ് വാട്ടർ, നമുക്ക് കുപ്പിവെള്ളം, നമ്മൾ വാങ്ങിച്ച് കുടിക്കുന്ന കുപ്പിവെള്ളം, ഇത് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന പ്യുവർ വാട്ടർ ആണ് ബോട്ടിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ സ്പ്രിംഗ് വാട്ടർ, അത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പ്യുവർ വാട്ടർ ആണ് സ്പ്രിംഗ് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിൽഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ പ്യുവർ വാട്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ കിട്ടുക? നമ്മൾ നോർമൽ വാട്ടർ ബോയിൽ ചെയ്തതിന് ശേഷം അതിൽ സ്റ്റീം മാത്രം കളക്ട് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്നിട്ട് റിമൂവ് ചെയ്യും. ദെൻ ആ സ്റ്റീം കൂൾ ചെയ്ത് എടുക്കുന്നതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് വിച്ച് ഈസ് വെരി പ്യുവർ വാട്ടർ. ദെൻ ഡീഅയണൈസ്ഡ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടറിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രീംലി പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ അയോൺസ് വരെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പ്യുവർ വാട്ടർ ആണ് ഇത്. ഡീഅയണൈസ്ഡ് വാട്ടർ നോർമലി ലബോറട്ടറീസിൽ അതുപോലെ ഇൻഡസ്ട്രീസിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ടർ that is good enough to drink is called dash. Option A, potable water. Option B, groundwater. Option C, surface water. Option D, none of the above. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പോർട്ടബിൾ വാട്ടർ. അപ്പൊ എന്താണ് ഈ പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്? പോർട്ടബിൾ വാട്ടർ ഈസ് ഡിഫൈൻഡ് ആസ് വാട്ടർ ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അതായത് നമുക്ക് കുടിക്കാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ പാകത്തിനുള്ള വെള്ളം, അതിനെയാണ് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, which of the following is considered the purest form of water? Option A, rainwater. Option B,
ഗ്രൗണ്ട് വാട്ടർ, ഓപ്ഷൻ സി ഗ്ലേസിയർ വാട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ആണ്. Fourth question, pure water can be obtained from seawater by the process of option A filtration, option B desalination, option C evaporation, option D fractional distillation. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി desalination ആണ്. എന്താണ് desalination എന്ന് പറയുന്നത്? Desalination remove salt and impurities from seawater and producing fresh water. സീ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള സാൾട്ടിനെയും അതുപോലെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് വാട്ടർ സീ വാട്ടറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഡീസലൈനേഷൻ എന്ന് പറയുന്നത്. ഡീസലൈനേഷന്റെ ഒരു ആൻഷ്യൻ മെത്തേഡ് ആണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷനിൽ ഡിസ്റ്റിലേഷൻ എന്നുണ്ടെങ്കിലും അതും റൈറ്റ് ആണ്, ആൻസർ ആണ് കേട്ടോ. The question, name the most common salt found in ocean and sea. Option A sodium carbonate, option B sodium bicarbonate, option C sodium chloride, option D sodium hydroxide. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സോഡിയം ക്ലോറൈഡ്. ഇനി നമുക്ക് സീ വാട്ടറിനെ കുറിച്ച് പഠിക്കാം. ഇതിനൊരു കോംപ്ലക്സ് ഇൻ നാച്ചർ ആയിരിക്കും. It contains 96.5% water and 2.5% dissolved salt and many other organic and inorganic substances, and which is unsuitable for drinking or domestic uses. മാത്രമല്ല ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ നോർമൽ വാട്ടറിനെ പോലെയല്ല സീ വാട്ടറിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ബയോളജിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം ഉണ്ട്. അതിന് കാരണം ഡ്യൂ ടു ഇറ്റ്സ് ഹ്യൂജ് വോളിയം ആൻഡ് തിക്നെസ്. നമുക്കറിയാം സീ വാട്ടറിന്റെ വോളിയം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അത് അത്രയും ഹ്യൂജ് എമൗണ്ട് ആണ്. അതുപോലെ തന്നെ അതിന് നല്ല തിക്നെസ് ഉണ്ട്, മാത്രമല്ല നല്ലൊരു എമൗണ്ട് സാൾട്ട് പ്രസന്റ് ആണ്. ഒരുപാട് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസുകളൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ഒരു വാട്ടറാണ് സീ വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇറ്റ്സ് ഓൺ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. Sixth question, the process by which water continually changes its form and circulates between oceans, atmosphere and land is known as dash. Option A water cycle, option B evaporation, option C precipitation and option D none of the above. Right answer എന്ന് പറയുന്നത് വാട്ടർ സൈക്കിൾ ആണ്. ശരിയല്ലേ? വാട്ടർ സൈക്കിൾ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ജലാശയങ്ങളിലുള്ള ജലം എന്ത് ചെയ്യും, ബാഷ്പീകരണം സംഭവിച്ചിട്ട് അറ്റ്മോസ്ഫിയറിലെത്തും. എന്നിട്ട് അവിടുന്ന് പിന്നെ അത് മഴയായിട്ട് വീണ്ടും ഭൂമിയിൽ തന്നെ എത്തും. പിന്നെ അതൊലിച്ച് എവിടേക്ക് എത്തും, ഓഷ്യൻസിലെത്തും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. Seventh question, what is heavy water? Option A HO, option B OH, option C DO, option D D2O. അപ്പോൾ എന്താണ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, D2O. Then ഹെവി വാട്ടറിന്റെ കെമിക്കൽ ഫോർമുലയാണ് D2O എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ യുറേ ഇൻ ദ ഇയർ 1932. 1932 യുറേ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് D2O അല്ലെങ്കിൽ ഹെവി വാട്ടർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ജനറലി കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ലിക്വിഡ്. നമ്മളെ നോർമൽ വാട്ടർ പോലെ തന്നെയാണ്, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്. Then what does D represent in heavy water? Heavy water അതായത് D2O യിലെ D represent ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രോട്ടിയം, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ട്രിഷിയം, ഓപ്ഷൻ ഡി ഡ്യൂട്ടീരിയം. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ആണ്, ഡ്യൂട്ടീരിയം അല്ലെങ്കിൽ D2O. Heavy water is used in certain types of nuclear reactors where it acts as a neutron moderator to slow down neutrons. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നതാണ് D2O അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയുന്നത്. Ninth question,
Hardness of water is due to the presence of salts of dash. Option A, potassium. Option B, chlorine. Option C, magnesium. And option D, boron. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി മഗ്നീഷ്യം ആണ്. Hardness of water is due to the presence of salts of magnesium and calcium. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്? സാൾട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, water which does not form lather with the soap and forms white scum is called hard water. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാർഡ് വാട്ടറില് സോപ്പ് എന്തേ ഇല്ല, പതയില്ല, അതിന് പകരം ഒരു വൈറ്റ് സ്കം ആണ് ഫോം ചെയ്യുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, then next, hard water contain dissolved calcium and magnesium salts in it. ഇതും റൈറ്റ് ആൻസർ ആണ്. then third option നോക്കാം. in hard water cleansing quality of soap is depressed. ഇതും റൈറ്റ് ആൻസർ ആണ്. then option D, due to the presence of dissolved hardness producing salts the boiling point of water is depressed. ഇതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാക്കി മൂന്ന് ഓപ്ഷൻസും റൈറ്റ് ആൻസേഴ്സ് ആണ്. അപ്പൊ അത് ഒന്നുകൂടെ ഓർത്തു വെക്കാം. വാട്ടർ വിച്ച് ഡസ് നോട്ട് ഫോം ലെതർ വിത്ത് സോപ്പ് ആൻഡ് ഫോംസ് വൈറ്റ് സ്കം ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ കണ്ടെയ്ൻസ് ഡിസോൾവ്ഡ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഹാർഡ് വാട്ടറിൽ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സാൾട്ടുകൾ പ്രസന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള സാൾട്ട് ഏതൊക്കെയാണെന്ന് അപ്പൊ ഓർത്ത് വെക്കുക, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. In hard water, cleansing quality of soap is depressed. Then, due to the presence of dissolved hardness producing salts, the boiling point of water is elevated. കൂടെയാണ് ചെയ്യുന്നത്, ഇത് കുറയല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ due to the presence of dissolved hardness producing salts, the boiling point of water is elevated. Next question, hardness of water is conventionally expressed in terms of equivalent amount of dash. Option A, carbonic acid. Option B, magnesium carbonate. Option C, calcium carbonate. Option C, sodium carbonate. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കാൽഷ്യം കാർബണേറ്റ്. Hardness of water is conventionally expressed in terms of equivalent amount of calcium carbonate. അപ്പം ഒരു സോഫ്റ്റ്നെസ് വാട്ടറിന്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുക 1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ എന്ന ഒരു റേഞ്ചിലാണ് നമ്മൾ സോഫ്റ്റ് വാട്ടറിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ 1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ എന്ന് പറയുന്നത്, അതായത് 1 മില്ലി ഇക്വലന്റ് എന്ന് പറയുന്നത് 50 മൈക്രോഗ്രാംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റിന് ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പോ സോഫ്റ്റ് വാട്ടറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. ഇത് 50, അതായത് 50 മൈക്രോഗ്രാംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റിന് ഈക്വൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a unit of hardness? Option A, parts per million. Option B, degree centigrade. Option C, degree Clark. Option D, degree French. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിഗ്രി സെന്റിഗ്രേഡ്. The unit for hardness is parts per million, degree Clark and degree French. All these three units are interrelated. Degree centigrade is the unit of temperature. ഓർത്ത് വയ്ക്കുക, ഹാർഡ്നെസ്, യൂണിറ്റ് ഓഫ് ഹാർഡ്നെസ് പാർട്സ് പെർ മില്യൺ, ഡിഗ്രി ക്ലാർക്ക് ആൻഡ് ഡിഗ്രി ഫ്രഞ്ച്. അടുത്തത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. 13th question, EDTA method for hardness determination is a less accurate and inconvenient procedure. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫാൾസ് ആണ്. ഓപ്ഷൻ ബി ഫാൾസ് ആണ്. EDTA method for hardness determination is a more accurate
convenient and rapid procedure. EDTA ന്റെ ഫുൾ ഫോം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. എഥിലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റിക് ആസിഡ്. അപ്പം EDTA എഥിലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റിക് ആസിഡ്. EDTA മെത്തേഡ് for hardness determination is more accurate ആണ്, convenient ആണ് and rapid procedure ഉം ആണ്. വാട്ടറിന്റെ ഹാർഡ്നെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ടെമ്പററി ഹാർഡ്നെസ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം, കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റിന്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്നതാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. The hardness can be removed by boiling. നമുക്ക് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. Then second one, permanent hardness. Due to the presence of chloride, nitrites and sulfates of calcium and magnesium. കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകള്, നൈട്രൈറ്റ്സുകള്, സൾഫേറ്റുകളൊക്കെ ഉള്ളത് കാരണം വരുന്ന ഹാർഡ്നെസ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. 14th question. Dash is the removal of calcium, magnesium and certain other metal cations in hard water. Option A, disinfection. Option B, sedimentation. Option C, softening. Option D, cleaning. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, softening. Softening is the removal of calcium, magnesium and certain other metal cations in hard water. ഹാർഡ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള കാൽഷ്യം, മഗ്നീഷ്യം പിന്നെ മറ്റ് മെറ്റൽ കാറ്റോൺസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ, സോഫ്റ്റനിങ് എന്ന് പറയാം. ഹാർഡ് വാട്ടറിലുള്ള കാൽഷ്യം, മഗ്നീഷ്യം അതുപോലെ മറ്റ് മെറ്റൽ കാറ്റോൺസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോഫ്റ്റനിങ് എന്ന് പറയുന്നത്. Next question. In which process of water softening ion exchange phenomenon take place? Option A, lime soda process. Option B, zeolite process. Option C, boiling. Option D, demineralization process. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, zeolite process. In the zeolite process, calcium and magnesium are removed from hard water by ion exchange phenomenon. Ion exchange phenomenon യൂസ് ചെയ്തുകൊണ്ട് ഹാർഡ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള കാൽഷ്യം, മഗ്നീഷ്യം അയോണുകളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് zeolite process എന്ന് പറയുന്നത്, which is also known as permuted method. Zeolite process important ആണ്. സോഫ്റ്റനിങ് മെത്തേഡ്, ഹാർഡ് വാട്ടറിനെ സോഫ്റ്റനിങ് ചെയ്യുന്ന മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് zeolite process എന്ന് പറയുന്നത്, which is also known as permuted method. ഈ രണ്ട് പേരുകളും പഠിച്ചു വെക്കണം, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. Next question. Zeolites are complex compound of dash. Option A, aluminum and lime. Option B, silica and soda. Option C, aluminum, silica and soda. Option D, lime and soda. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, aluminum, silica and soda. Zeolites are complex compound of aluminum, silica and soda. It has the property of removing calcium and magnesium from water and substituting sodium in their place. നമ്മൾ ഓൾറെഡി പഠിച്ചു zeolite പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സുകളാണ്. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് കോമ്പൗണ്ടുകളാണ് zeolite എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഹാർഡ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയോണുകള് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം അവിടെ സോഡിയത്തെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് zeolites എന്ന് പറയുന്നത്. Next question. The color of the artificial zeolite permuted is dash. Option A, grey. Option B, yellow. Option C, green. And option D, white. Right answer option D ആണ്, white. The color of artificial zeolite permuted is white color. Next question. Natural zeolite is mainly processed from dash. Option A, white sand. Option B, green sand. Option C, grey sand. Option D, red sand. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്,
green sand. The natural zeolite is mainly processed from green sand, which is also called glauconite. അപ്പോൾ natural zeolite, also known as glauconite. It has lesser exchange value than artificial zeolite. Artificial zeolite ന്റെ അത്ര തന്നെ യൂസ്ഫുൾ അല്ല natural zeolite എന്ന് പറയുന്നത്, which is processed from green sand, also known as glauconite. Next question, which of these methods does not remove hardness? Option A, reverse osmosis. Option B, ion exchange resins. Option C, chelating agents. Option D, sedimentation sand. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സെഡിമെന്റേഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് ആണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡുകളാണ്. അപ്പം ഹാർഡ് വാട്ടറിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് റിവേഴ്സ് ഓസ്മോസിസ്, അയൺ എക്സ്ചേഞ്ച് റെസിൻസ്, ഹീലേറ്റിംഗ് ഏജന്റ്സ്. The methods such as reverse osmosis, ion exchange resins, and chelating agents are used to remove hardness. Sedimentation can be used to remove suspended solids. നമ്മൾ സസ്പെൻഡ് ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഡിമെന്റേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് കാരണം എന്ത് കുറയില്ല, ഹാർഡ്നെസ് കുറയില്ല. 20th question, dash is added to hard water to make it softer. Option A, lime. Option B, chlorine. Option C, hydraulic acid. Option D, sulfuric acid. സോഫ്റ്റനിങ് പ്രോസസ്സുകളിൽ സോഫ്റ്റ്നർ ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ലൈം ആണ്. ലൈം ഈസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ ടു മേക്ക് ഇറ്റ് സോഫ്റ്റ്നർ. ദെൻ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വാട്ടറിൽ നടത്തുന്ന പ്രോസസ്സുകളാണ് ബോയിലിംഗ്, അഡിഷൻ ഓഫ് ലൈം തുടങ്ങിയവ. ഇനി പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡിഷൻ ഓഫ് ലൈം, അഡിഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ആൻഡ് ബേസ് എക്സ്ചേഞ്ച് മെത്തേഡ്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ്നെസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. സോ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ബോയിലിംഗ് ആൻഡ് അഡിഷൻ ഓഫ് ലൈം. പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് അഡിഷൻ ഓഫ് ലൈം, അഡിഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ആൻഡ് ബേസ് എക്സ്ചേഞ്ച് മെത്തേഡ്. ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.